ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ്സ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണല്ലോ വലതുവശത്തെ കള്ളൻ. സിനിമയുടെ ചെറിയൊരു ടീസർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീസർ ജസ്റ്റ് ഒരു സൈലൻറ്റ് മൂഡ്, വേറെ ശബ്ദങ്ങളൊന്നുമില്ല, ആകെ ഒരു മ്യൂസിക്കിലൂടെ അത്യാവശ്യം ഇവരുടെ ഒരു ആക്ടിങ് മികവുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടൻ്റെ തരുൺ മൂർത്തി കോമ്പോയിൽ വരുന്ന ചിത്രമാണ് L365. അപ്പോൾ തുടർന്ന് ശേഷം ഇവർ രണ്ടുപേരും പൊളിക്കാനുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ്റെ കോംബോ ആയിട്ട് എത്താൻ പോണത് മീര ജാസ്മിനാണ്. നമ്മുടെ ഹൃദയപൂർവ്വത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ പണ്ടത്തെ ചിത്രങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം അവർ ഒരു കോംബോ സീനിൽ അങ്ങനെ വീണ്ടും മോഹൻലാൽ മീര ജാസ്മിൻ കോംബോ എത്തുകയാണ്. വർഷങ്ങളായി അനൗൺസ്മെൻറ്റ് ചെയ്തും ട്രെയിലർ ഇറക്കിയ ഒരു ചിത്രമാണല്ലോ ധ്രുവ നക്ഷത്രം. സിനിമയുടെ അനൗൺസ്മെൻറ്റ് പിന്നെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സിനിമ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമ ഏകദേശം സോൾവ് ആയിട്ടുണ്ട് ആ പ്രശ്നമെന്ന് നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ അറിയിച്ചിട്ടുണ്ട്. അപ്പം മിക്കവാറും റിലീസ് ഈ അടുത്ത് തന്നെ പറയുന്നതായിരിക്കും. ഇനി ഇതും നീണ്ടുപോകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ധ്രുവ നക്ഷത്രം എന്ന സിനിമയുടെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം. ഈ മാസം ഇറങ്ങാൻ പോണത് ഒരു വൻ മാസ് പരിപാടി തന്നെയാണല്ലോ ചത്താപച്ച. സിനിമയിലെ അടുത്ത ക്യാരക്ടർ പോസ്റ്റർ റിലീസായിട്ടുണ്ട്. ഇഷാൻ എന്ന നടൻ്റെയാണ്. ലിറ്റിൽ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഒരു കിടിലൻ ക്യാരക്ടർ പോസ്റ്റർ തന്നെയാണ്. ഈ വരുന്ന ജാനുവരി 9 അതായത് വെള്ളിയാഴ്ച നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ ബാലയുടെ അഖണ്ഡ 2 എന്ന സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. പാൻ ഇന്ത്യൻ ഭാഷയിലായിരിക്കും നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും അപ്ഡേറ്റ്സൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.